ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭയം അവസാനിക്കുന്നിടത്ത് റിസൾട്ട് വന്നു തുടങ്ങും. അത് പരീക്ഷയിലാണെങ്കിലും അതേപോലെ ജീവിതത്തിലാണെങ്കിലും. നമ്മളൊരു പരീക്ഷയെ സമീപിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറേ പ്രഡിക്ഷൻസ് നമ്മളുണ്ടാകും. ഇന്ന ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അതേപോലെ ഇത്ര മാർക്ക് എനിക്ക് ഈ പരീക്ഷയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കുറേ മുൻവിധികളോട് കൂടി തന്നെയാണ് നമ്മൾ ആ പരീക്ഷയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം നമ്മളെ വേട്ടയാടുന്നത്. പല ചോദ്യങ്ങളും അറിയാവുന്നത് പോലും തെറ്റിക്കാനുള്ള ചാൻസും അവിടെ നമുക്ക് വരുന്നുണ്ട്. LDC അതേപോലെ തന്നെ LGS എക്സാമിന് നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ ഒരു ഭയവും അതേപോലെ തന്നെ ടെൻഷനും കൊണ്ട് മാത്രമാണ് അവർ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു സുവർണ അവസരമാണ് 10th ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും നിങ്ങൾ റിവിഷൻ ചെയ്തത്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെയുള്ള ഒരു എക്സാം വീണ്ടും എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് എനിക്ക് പറ്റാവുന്ന ഇത് മാത്രം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് നമ്മളൊരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എക്സാമിന് ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് ഞാൻ വളരെയധികം കുറച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ ആകെ 3 നെഗറ്റീവ് മാർക്കാണ് ഈ ഒരു എക്സാമിന് വരുത്തിയുള്ളൂ എന്ന്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര എണ്ണം ആകെ അറ്റൻഡ് ചെയ്തു? അപ്പോൾ അവർ പറയാറുണ്ട് 50-ൽ താഴെ, അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 60 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു മാർക്കിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന 3 നെഗറ്റീവ് വരുത്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഒരു 80 അല്ലെങ്കിൽ 75-ന് മുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്ത് അറ്റൻഡ് ചെയ്ത് 3 നെഗറ്റീവ് വരുത്തി എന്ന് പറയുന്നതിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അല്ലാതെ 50ഓ 50-ൽ താഴെയുള്ള മാർക്കുകൾ നിങ്ങൾ നെഗറ്റീവ് ഇല്ലാതെ തന്നെ 3 നെഗറ്റീവും അതേപോലെ തന്നെ 2 നെഗറ്റീവും ഒക്കെ വെച്ച് നിങ്ങളത് സ്കോർ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ മക്കളെ ഒരു കാര്യവുമില്ല. നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പരിസരത്ത് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല. വെറുതെ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് കുറഞ്ഞു എന്ന് പറയുക മാത്രമാണ് ചാൻസ് ഉള്ളൂ. ഈ ഒരു സമയത്ത് ഭയമില്ലാതെ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനും പറ്റും. കാരണം LGS LDC എക്സാമുകളിൽ റിസ്ക് എടുത്ത പല ഉദ്യോഗാർത്ഥികൾക്കും ഇന്ന് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 55 മാർക്കോ അല്ലെങ്കിൽ 50 മാർക്കോ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, നല്ല ഭയം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ ഈ പറയുന്ന ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. കാരണം നിങ്ങൾ ഈ പറയുന്ന LDC അതേപോലെ തന്നെ LGS ഇതൊക്കെ എഴുതി പഠിച്ച് സെറ്റായ ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു ചോദ്യം പോലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകത്തില്ല. ഏകദേശം 15 അല്ലെങ്കിൽ 20ഓളം വരുന്ന ചോദ്യങ്ങൾ, 50 മാർക്ക് കിട്ടിയ ശേഷം 20ഓളം വരുന്ന ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ മാത്രം അറിയാവുന്നതായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പറ്റുമെങ്കിൽ, റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ആ റാങ്ക് ലിസ്റ്റിൽ വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും 55 മാർക്ക് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പോകുന്നില്ല. അതിലും നല്ലത് എപ്പോഴും എന്ത് തന്നെയാണ്, ഈ പറയുന്ന 70ഓ 75ഓ മാർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി, 2 ഓപ്ഷൻ ഉള്ളത് കൂടി അറ്റൻഡ് ചെയ്യുന്നതല്ലേ നല്ലത്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഒരിക്കലും ആരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഭയമില്ലാതെ റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനിത് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ LGSും LDCക്കും അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം റിസ്ക്, അതായത് ഭയത്തെ മറികടന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായവരെല്ലാവരും തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് പറ്റാവുന്നത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പൻ.